ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രൂട്ട് സാലഡിന് വേണ്ടിയുള്ള കസ്റ്റേർഡ് പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കസ്റ്റേർഡ് പൗഡർ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാൽപ്പൊടി മിൽക്ക് പൗഡർ, 1 കപ്പ് കോൺഫ്ലോർ, നമുക്കൊരു 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ വേണം, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയുടെ ചെറിയൊരു ജാറിൽ, നിങ്ങൾക്കത് ക്വാണ്ടിറ്റി പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ജാർ എടുക്കാം, കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഇത് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാൽപ്പൊടിയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ. ഞാനിവിടെ ടൈഗറിൻ്റെ ആണ് വാങ്ങിയിരിക്കുന്നത്. എനിക്കിവിടെ ഇതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ടൈഗറിൻ്റെ ആണ്. ലെമൺ യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കണേ. ഇത് നമുക്ക് ഇനി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ആ മിക്സിയിൽ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ. ഞാൻ ക്വാണ്ടിറ്റി അധികം ആയതുകൊണ്ട് ഞാനിതിപ്പം 2 സെക്ഷൻ ആയിട്ടാണ് ഇപ്പം അടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എനിക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഇതുണ്ടാക്കി നമ്മളൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ. ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.